സണ്ണി വർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളിയുടെ ബ്രാൻഡായിട്ടുള്ള ജെംസ് സ്കൂളാണ് അവരുടെ 100 മില്യൺ പ്രൊജക്ട് അവർ കൊണ്ടുവരാൻ പോകുന്നത്. 1600 കോടിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ മേടിക്കാൻ ആളുകളുണ്ടോ? അതോ ഇതൊക്കെ ഒരു റീല് വൈറലാകാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന പരിപാടിയാണോ? ഇപ്പോൾ ഒരു നല്ലൊരു പ്രൊഫഷനിലേക്ക് ഒരു MBA ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വേറെ മിനിമം സാലറി ഒരു 5000 മുകളിൽ ഏകദേശം ഇവിടുത്തെ ഏകദേശം ഒരു 1.5 ലക്ഷം 2 ലക്ഷത്തിനടുത്ത് എക്സ്പെക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ദുബായ് റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ച് അവർ പറയുന്ന പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാജറേറ്റ് ചെയ്ത് പറയാണ്. ഹായ് ഗൈസ്, വെൽക്കം ടു നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് ബ്രേക്ക് ത്രൂ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റിഷാൽക്കയാണ്. റിഷാൽക്ക ദുബായ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും സംസാരിക്കാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ റിഷാൽക്ക, വെൽക്കം ടു ദി ഷോ. താങ്ക് യു അനസ്. റിഷാൽക്ക, എൻ്റെ ഫസ്റ്റ് ചോദ്യം, ശരിക്കും ദുബായ് റിയൽ എസ്റ്റേറ്റ് ഒരു ബബിളാണോ? റീൽസിൽ സാധാരണക്കാരാണ് കാണുന്നത്. സോ ഈ 1600 കോടി 2000 വേണ്ട, ഒരു 2 കോടിയുടെ പ്രോപ്പർട്ടി വരെ വാങ്ങിക്കാൻ ഇപ്പൊ കേരളത്തിലെ ആൾക്കാരുണ്ടോ? സോ അനസ്, ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തുടങ്ങാം. ബബിൾ ആണോ? ഒരു കാര്യം എപ്പോഴാണ് ഒരു ബബിൾ ആവുക? അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് ഇല്ലാതെ ജസ്റ്റ് നമ്മളുടെ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൈസസ് മാത്രം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ബബിളാണ്. ഓക്കെ, ഓക്കെ, ശരി. ഇവിടെ ദുബായിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് പ്രൈസസിന്റെ എത്രയോ മടങ്ങ് ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. അത് ഫാക്ടേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പുതിയൊരു സിറ്റി അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ദുബായ് സൗത്ത് എന്ന് പറഞ്ഞ. വേൾഡിലെ ഏറ്റവും വലിയ എയർപോർട്ട് വരാൻ പോവാണ്, വേൾഡിലെ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് ടണൽസ് പോകാൻ പോവാണ്. അതേപോലെ തന്നെ ഇപ്പം ഹൈപ്പർ ലൂപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ഇലോൺ മാസ്കിന്റെ കൂടെ പാർട്ണർ ചെയ്തിട്ടുള്ള, പിന്നെ അതേപോലെ തന്നെ വാക്കബിൾ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വാക്കബിൾ ആയിട്ടുള്ള ഒരു സിറ്റി കൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ദുബായ് എപ്പോഴും ഒരു 10 വർഷം മുൻപിലാണ് ബാക്കിയുള്ള കൺട്രീസിനെക്കാട്ടിലും. സോ അതുകൊണ്ടാണ് ഇതിന്റെ പ്രൈസസ് അത്രയും കൂടുതൽ ആൾക്കാർ ദുബായിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. സോ അതാണ് റീസൺ ഇതിന്റെ പ്രൈസസ് ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ഒരു കാര്യം ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ UBS ബബിൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഈ റിയൽ എസ്റ്റേറ്റ് ബബിൾസ് നോക്കുന്ന ഒരു കമ്പനിയുണ്ട്. അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം, അവർ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് പ്രകാരം ദുബായ് ലോവസ്റ്റ് റിസ്കിലാണ് ഇപ്പൊ കിടക്കുന്നത്. ഇനി ചിലപ്പം കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ആൾക്കാർക്ക് തന്നെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ദുബായിക്കില്ല. ഇപ്പൊ തന്നെ അറൌണ്ട് 38,000 ഹോംസിന്റെ ഡെഫിസിറ്റ് ആണ് ദുബായിലുള്ളത്. സോ ചിലപ്പോൾ അത് മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഉള്ള പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ ഹാൻഡ് ഓവർ ആവുന്ന സമയത്ത് ചിലപ്പം അതൊരു സ്റ്റെബിലൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ദുബായിന്റെ പ്രകാരം അവരുടെ ഗ്രോത്ത് സ്റ്റേജ് ഭയങ്കര കൂടുതലാണ്. അവരുടെ നേരെ മറിച്ച് അവരുടെ ഇനിയുള്ള ഈ പ്രൈസസ് തന്നെ എത്രയോ മുകളിലേക്ക് പോകാനുള്ള സ്പേസും ഉണ്ട്. ഓക്കെ, ശരിക്കും ഈ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ബാക്ക് ചെയ്യുന്നത് ഇവരുടെ എക്കണോമിക് സ്റ്റെബിലിറ്റി വെച്ചിട്ടാണുള്ളത്. ഇപ്പൊ ലോകം ടെക്നോളജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഫുള്ള് EV മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളിന്റെ കൺസപ്ഷൻ ഇൻ 5 years മാക്സ് പകുതിയാവാൻ ചാൻസ് ഉണ്ട്. ഫ്യൂച്ചർ എങ്ങനെയാണ് വിത്തൗട്ട് പെട്രോൾ ഫ്യൂച്ചർ ഓഫ് ദുബായ് എങ്ങനെയാണ്? സോ ഓയിൽ ആൻഡ് ഗ്യാസിനെ പറ്റി പറയുകയാണെങ്കിൽ പെട്രോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത് ദുബായിന്റെ GDPന്റെ 1% താഴത്താണ്. അതായത് 0.90% മാത്രമാണ് ഓയിൽ ആൻഡ് ഗ്യാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കി 99 എത്രയാണോ ശതമാനം അതും ചെയ്യുന്നത് ഓരോരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിലിപ്പം 10% വരുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്, ഏകദേശം 26% വരുന്നത് റീറ്റെയിൽ ആൻഡ് ട്രേഡ് ആണ്, 11% വരുന്നത് ഫിനാൻഷ്യൽ സർവീസസ് ആണ്, ഏകദേശം 9% വരുന്നത് മാനുഫാക്ചറിങ്, 9-10% മാനുഫാക്ചറിങ് ആണ് വരുന്നത്. പിന്നെ വേറെയുള്ള കുറച്ച് സർവീസസ് ഏകദേശം 14% വരുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, അതായത് ദുബായിൽ വന്ന് ആൾക്കാർ ഇവിടുന്ന് മൂവ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഏകദേശം 10% ടൂറിസം അതിൽ പെടും. അതേപോലെ തന്നെ റീറ്റെയിൽ ആൻഡ് ട്രേഡ് നിന്നുള്ള ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന റീറ്റെയിൽ ആൻഡ് ട്രേഡ്, അതും ടൂറിസത്തിലേക്ക് വിടുന്നതാണ്. സോ ഗവൺമെന്റ് സർവീസസ് ഏകദേശം 5% കൊണ്ടുവരുന്നുണ്ട്. ICT സർവീസസ്, അതായത് ഇപ്പോഴത്തെ ടെക്നോളജി സർവീസസ് കാര്യങ്ങൾ ഏകദേശം 4% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ദുബായിന്റെ ഒരു GDP കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് അനുസരിച്ച് ദുബായ് GDP വന്നിട്ടുള്ളത്. സോ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത് ദുബായിലെ ചെറിയൊരു ഫാക്ടർ മാത്രമാണ്. ദുബായിയുടെ ഗ്രോത്തിന് അനുസൃതമാക്കിയിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ള ട്രേഡാണ്. ഈ ട്രേഡ് എന്ന് പറയുന്നത് ദുബായ് ഇപ്പോൾ മനസ്സിൽ നോക്കേണ്ട ഒരു കാര്യം, ദുബായ് ഇപ്പോൾ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഭയങ്കര സ്ട്രാറ്റജിക് ആണ്. ഇപ്പം വേറെ ഏഷ്യൻ കൺട്രീസ് എന്നായിക്കോട്ടെ, ഓസ്ട്രേലിയ എന്നായിക്കോട്ടെ, ഇപ്പം നമ്മളെ മെയിൻ ആയിട്ടുള്ള ഭൂഖണ്ഡങ്ങൾ വരുന്നത് ഏഷ്യ, ഓസ്ട്രേലിയ, ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഭൂഖണ്ഡങ്ങൾ വരുന്നത്, ഏറ്റവും കൂടുതൽ ട്രേഡിൽ ഏർപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾ. ഇതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ആക്സസ്, ഒരു സെൻട്രൽ ഹബ്ബായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏക സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ദുബായ് ആണ്. കാരണം എല്ലാവർക്കും
എക്കോണമിക് ആയിട്ട് പെട്ടെന്ന് വന്നു പോകാനും, ഇപ്പോൾ സൗദി ആണെന്നുണ്ടെങ്കിൽ കുവൈത്ത് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ തന്നെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ദുബായിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. അവരുടെ വേൾഡിൽ എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കിക്കൊണ്ടിരിക്കുക, ടാക്സ് ഫ്രീ ആണ്. സോ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ തന്നെ ദുബായിനെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് അത് മാത്രമാണ് ദുബായിന്റെ GDP-ന്റെ ഏറ്റവും വലിയ പെർസെൻറ്റേജ്. സോ ഓയിൽ ആൻഡ് ഗ്യാസ് ഒരിക്കലും ഒരു ഫാക്ടർ ആവില്ല. നമ്മൾ ഇന്ത്യന്റെ ദുബായിന് ടാക്സ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരുപാട് റീല് വരുന്നുണ്ട്. ഇവിടെ മേടിക്കുമ്പോൾ ടാക്സും അവിടെ മേടിക്കുമ്പോൾ ടാക്സും അത്രയ്ക്ക് വലിയ ഡിഫറൻസ് ഉണ്ട്. സോ ഞാനതിൽ 2 ആസ്പെക്ട്സിൽ ഉത്തരം പറയാം. ഓക്കെ, ഫസ്റ്റത്തേതാണ് ഞാൻ പറയുന്നത് ടാക്സിന്റെ കാര്യം പറയാം. രണ്ടാമത്തെ ഞാൻ പറയുന്നത് സോഷ്യൽ ആസ്പെക്ട്സിലും പറയാം. ഓക്കെ, സോ ടാക്സിന്റെ കാര്യത്തിൽ ദുബായിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ 4% മാത്രമാണ് നമ്മൾ ടാക്സ് ആയിട്ട് കിട്ടുന്നത്. അതായത് ഇത് ടാക്സ് അല്ല, DLD ഫീസ് ആണ്. അതും അവരെന്തിനാണ് വാങ്ങിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഏരിയയിലേക്കുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ടും ആ ഒരു ഫീസ് അവർ വാങ്ങിക്കുന്നത്. ഈ 4% അല്ലാതെ എത്ര വർഷം നമ്മൾ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വേറൊരു ഫീസും ഗവൺമെന്റിനെ അടക്കേണ്ടി വരില്ല. ഈ ഒരു 4% മാത്രമാണ് സിംഗിൾ ടൈം പേയ്മെന്റ് ആണ്. നേരെ മറിച്ച് ഇപ്പോൾ മനസ്സ് പറഞ്ഞ മനസ്സ് ചെന്നൈയിലാണ്. ചെന്നൈയിൽ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി എടുക്കണമെങ്കിൽ 11% ആണ് അതിന്റെ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ടാക്സ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അനസിന് ഇപ്പോൾ ഒരു റെന്റൽ ഗെയിൻ ഉണ്ടെന്ന് വെച്ചോ, റെന്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കണം. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്ന് വെച്ചോ, ഒരു 2 വർഷം കഴിഞ്ഞാൽ അനസ് വിൽക്കുമ്പോൾ ഒരു 10%, 20%, 30% പ്രോപ്പർട്ടിക്ക് വാല്യൂ കൂടിയെന്ന് വെച്ചോ. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് അനസ് പറഞ്ഞു. 30% ഒരു 3-4 വർഷത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ 30% അനസ് ഏകദേശം പകുതിയോളം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് അടയ്ക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് റീസെല് ചെയ്യുന്ന സമയത്തും അത് ക്യാഷസ് കാര്യങ്ങൾ അതിനുള്ള ടാക്സസ് വേറെ അടയ്ക്കണം. ഇൻകം ടാക്സ് അതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ഓരോരോ കാര്യങ്ങൾക്കും നമ്മൾ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ടാക്സിന്റെ ആസ്പെക്ട് കഴിഞ്ഞ് അടുത്ത് വരുന്നത് സോഷ്യൽ ആസ്പെക്ട്. ഫസ്റ്റ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ദുബായ് വേൾഡിൽ തന്നെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ഇതേപോലെ തന്നെ ഒരു മാളിൽ പോയി, ഞാൻ എൻ്റെ വാലറ്റ് നിസ്കരിക്കാനാണ് ആ സ്ഥലത്ത് വെച്ച് മറന്നുപോയി. ഞാൻ തിരിച്ചു മാളിൽ നിന്ന് ഇറങ്ങുന്നത് അത്രയും ഭയങ്കര തിരക്കുള്ള മാളാണ്. മാൾ ഓഫ് എമിറേറ്റ്സ് എന്ന് പറയും. യുഎയിലെ തന്നെ വൺ ഓഫ് ദ തിരക്കുള്ള മാളാണ്. അപ്പം ആ ഒരു മാളിൽ പോയി ഞാൻ ആ വാലറ്റ് അവിടെ വെച്ചിട്ടും ആ സെയിം സ്പേസ് ഒന്നും എടുത്തു പോലും ആരും വെച്ചിട്ടില്ല. കാരണം അതാണ് ദുബായിന്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. ഈവൻ എത്രയോ സോഷ്യൽ എക്സ്പെരിമെന്റ്സ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ, റീൽസിൽ കണ്ടിട്ടുണ്ടോ? റീൽസിൽ കാണാം. ആൾക്കാർ ഗോൾഡ് ബാർ അവിടെ വെക്കുന്നു, ചെയിൻസ് അവിടെ വെക്കുന്നു, പേഴ്സ് അവിടെ വെക്കുന്നു, ക്യാഷ് അവിടെ വെക്കുന്നു. ഇറ്റ് വിൽ സ്റ്റേ ദ സെയിം. ദുബായ് അത്രയും സേഫ് ആണ്. അതാണ് ഫസ്റ്റ് സോഷ്യൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ക്ലെൻലിനെസ് ഇൻഡെക്സ്. വേൾഡിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് വൈറ്റ് സോക്സ് ടെസ്റ്റ് വിജയിച്ചിട്ടുള്ള ഏക സിറ്റി ദുബായ് ആണ്. ഒരു വൈറ്റ് സോക്സ് ഇട്ടിട്ട് നമ്മൾ ദുബായിന്റെ സ്ട്രീറ്റ്സ് കൂടെ പോകണമെങ്കിൽ, ഞാൻ പറയുന്നത് ദുബായിന്റെ ന്യൂ സ്ട്രീറ്റ്സ്, അതായത് സിറ്റി വാക്ക്, ഡൗൺ ടൗണിൽ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്ന വരെ ആ സോക്സ് വരെ ഒരു പൊടി പറ്റുന്നതാവില്ല. അത്രയും ക്ലീനസ്റ്റ് സിറ്റിയാണ് ദുബായ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇപ്പം അവിടുത്തെ സേഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പം എല്ലാ ആസ്പെക്ട്സും നോക്കണം. ഒരു സ്കൂൾ ബസ്സിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. സ്കൂൾ ബസ് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്കൂൾ ബസ്സിനെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പോകാൻ ദുബായിൽ അനുവാദമല്ല. കാരണം ആ കുട്ടി കടന്ന് ആ സ്റ്റോപ്പ് സൈനിൽ മടങ്ങി ബസ് മുമ്പോട്ട് പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ദുബായിൽ ആ സ്കൂൾ ബസ്സിനെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്രത്തോളം ഓരോരോ ആസ്പെക്റ്റും, ചെറിയ ആസ്പെക്റ്റ് ഇതൊക്കെ, പക്ഷെ അത്രത്തോളം നമ്മളിപ്പം ഒരാള് ഒരു സീബ്ര ലൈനിലേക്ക് കാലെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് ആ കിരീടാവകാശി വരെ നിന്നിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ വൈറലായിരുന്നു, ഭയങ്കരമായിട്ട് വൈറലായിരുന്നു, കണ്ടിട്ടുണ്ടാവും. അത്രയും സേഫ്റ്റിയാണ് ദുബായിൽ ഓരോരോ കാര്യങ്ങൾക്കും കൊടുക്കുന്നത്. കീടാവകാശ പരിവാരങ്ങൾ ആരും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു വണ്ടിയിൽ മാത്രം വന്ന് അതാണ് ഇപ്പം കണ്ടിട്ടുണ്ടാവും. ഷെയ്ഖ് ഹംദാൻ ആണെങ്കിലും ഷെയ്ഖ് മുഹമ്മദ് ആണെങ്കിലും കുറെ ദുബായ് മാളിൽ കൂടെയും അതേപോലുള്ള സിമ്പിൾ ആയിട്ട് നടന്നു പോകുന്നത്. അതെ. പിന്നെ അത് മാത്രമല്ല, ദുബായില് സേഫ്റ്റി ആസ്പെക്റ്റിൽ പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഷെയ്ഖ് ഹംദാന് സ്വന്തമായിട്ട് ആള് തന്നെ ഓരോരോ സൂപ്പർ മാർക്കറ്റ്സിൽ പോയിട്ട് അവിടുത്തെ ക്ലെൻലിനെസ് കാര്യങ്ങളൊക്കെ തന്നെ ഇൻസ്പെക്ട് ചെയ്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. അത് ഒരു എന്താ പറയാ, ലൈക്ക് ഒരു ബ്രദർലി ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് കുറേയും. ലൈക്ക് ഇതിങ്ങനെ ചെയ്യണം, ഇത് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പം കഴിഞ്ഞ ദിവസം ടെർമിനൽ 3 ദുബായിലെ ഏറ്റവും വലിയ ടെർമിനലാണ്, വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ടെർമിനലാണ് ടെർമിനൽ 3 എന്ന് പറയുന്നത്. എമിറേറ്റ്സിന്റെ ടെർമിനലാണ്. ടെർമിനൽ 3ൽ പോയി കംപ്ലീറ്റ് ആള് ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് ആള് തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു ഏജന്റിനെ വെച്ച് ചെയ്യുന്ന സാധനം ആള് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ദുബായ്ക്ക് അതിന് ഓരോന്നിനും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. ദുബായ് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് ഓരോരോ ഗ്രോത്തിനായിട്ടുള്ള അതിന്റെ പ്ലാനിങ്ങിനാണെങ്കിലും എക്സിക്യൂഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ദുബായിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ ദുബായ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് കരിയർ ഗ്രോത്ത്. അനസിനറിയാം, ചെന്നൈയിൽ നമുക്കൊരു മാക്സിമം സാലറി എന്ന് പറയുന്നത് എത്രയായിരിക്കും, പക്ഷെ ദുബായിൽ അങ്ങനെ ഒരു മാക്സിമം കപ്പാസിറ്റി ഇല്ല. വേർ മിനിമം നമുക്കിപ്പോൾ ഒരു പ്രൊഫഷനാണെന്നുണ്ടെങ്കിൽ അതിന് ഓരോന്നിനും ഓരോരോ ലിമിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു നല്ലൊരു പ്രൊഫഷനിലേക്ക് ഒരു MBA ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വേറെ മിനിമം സാലറി ഒരു 5,000 മുകളിൽ, ഏകദേശം ഇവിടുത്തെ ഏകദേശം ഒരു 1.5 ലക്ഷം 2 ലക്ഷത്തിനടുത്ത്
എക്സ്പെക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ കഴിഞ്ഞ പ്രാവശ്യം അവിടെ മഴ വന്ന സമയത്ത് ഒരുപാട് പേര് വെള്ളത്തിനടിയിൽ പോയി. ഒരുപാട് ബിൽഡിംഗ്, കാറുകളൊക്കെ ഒലിച്ചു പോകുന്ന സിറ്റുവേഷൻ വന്നു. ഇനി അടുത്തൊരു മഴ ദുബായിക്ക് താങ്ങാനുള്ള ശക്തി ഉണ്ടോ? സോ മഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് 2024 ഏപ്രിൽ എന്ന് പറയുന്നത് UAE കണ്ടതിലും വെച്ച് ഏറ്റവും വലിയൊരു ഫ്ലഡ് ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഫ്ലഡിൽ ശരിക്കും പറഞ്ഞാൽ UAE ഒന്ന് നടുങ്ങിയുള്ളത് സത്യമാണ്. പക്ഷേ റിയൽ എസ്റ്റേറ്റ് പ്രൈസസിനെയോ വേറെ ഒന്നിനെയോ അത് ബാധിച്ചില്ല. കാരണം മഴ കഴിഞ്ഞ് പിറ്റേ ദിവസം 30 ബില്യൺ ദറംസ് 30 ബില്യൺ ദറംസിന്റെ സീവേജ് പ്രൊജക്റ്റാണ് ഈ ദുബായ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതായത് അടുത്ത ദിവസം തന്നെ അതിന്റെ വർക്കും സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. അനൗൺസ് ചെയ്തതല്ല, നേരെ നമ്മളെ നാട്ടിൽ പോലെ ഒരു ബജറ്റ് വെച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞ് ആ റോഡ് വരുന്ന പരിപാടി അല്ല അവിടെ ഇത് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അവർ പണി തുടങ്ങി. അതിന്റെ ഏകദേശം ഒരു 70% വർക്കും കംപ്ലീറ്റ് ആയി. ഇനി ഒരു മഴ വന്നാൽ ദുബായിൽ ഒരു സ്ഥലത്ത് പോലും വെള്ളക്കെട്ട് പോലും ഇല്ലാത്ത രീതിയിലേക്ക് ദുബായ് അതിന്റെ പ്ലാൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം റിയൽ എസ്റ്റേറ്റ് പ്രൈസസിനെ നോക്കുകയാണെങ്കിൽ ഇതും ഒരു ഫാക്ടറാണ് പ്രൈസസ് കൂടാനുള്ളത്. കാരണം ദുബായ് ഒരു കാര്യം പഠിക്കുകയാണ് ചെയ്യുക. അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് അവർക്ക് വന്നിട്ടുണ്ട്. സോ അവരെന്ത് ചെയ്തു, അതിൽ നിന്ന് പഠിച്ചു, അവരതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു. അതെങ്ങനെയാണോ മാറ്റേണ്ടത് അത് ക്ലിയർ ആയിട്ട് അവർ അതിൽ നിന്ന് കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മൂന്ന് വർഷമായി. 4 വർഷം 4 വർഷമായി. സോ ഈ 4 വർഷത്തിനുള്ളിൽ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഏജൻസി വന്നു, പിന്നെ ഡെവലപ്മെന്റ്സ് വന്നു. ഇപ്പോഴത്തെ പ്രൈസ് നോക്കുമ്പോൾ ഓവർ പ്രൈസ്ഡ് അല്ല, ഒരു അണ്ടർ പ്രൈസ്ഡും അല്ല, ഒരു മാക്സിമം ലെവലിൽ എത്തിയോ ഇപ്പോഴത്തെ റിയൽ എസ്റ്റേറ്റിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? കൂടുതൽ ഡെവലപ്മെന്റ്സ് ഇനി വരാനുണ്ട്. ഇപ്പം വേൾഡിൽ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഞാനൊരു ഫിനാൻഷ്യൽ ആസ്പെക്ട്സിൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡിൽ തന്നെ ഏറ്റവും ടോപ്പ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഏതൊക്കെയാണ്? സിംഗപ്പൂർ, ഹോങ്കോങ്, ലണ്ടൻ, ന്യൂയോർക്ക്, സാൻ ഫ്രാൻസിസ്കോ. ഇതാണ് വേൾഡിൽ തന്നെ ഫിനാൻഷ്യൽ ഹബ്സ് ആയിട്ട് വരുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ അമേരിക്ക കംപ്ലീറ്റ് ആയിട്ട് ട്രേഡ് നടത്തുന്നത് അത് സാൻ ഫ്രാൻസിസ്കോ ആൻഡ് ന്യൂയോർക്ക്, ഈ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനാണ് അമേരിക്ക ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് വലിയ മാർക്കറ്റ് ഏതാണ്? നമ്മളുടെ ഏഷ്യ, ഹോങ്കോങ് ആൻഡ് സിംഗപ്പൂർ കംപ്ലീറ്റ് അവരുടെ ട്രേഡ്സ് കാര്യങ്ങൾ, ഈ ഒരു ഫിനാൻഷ്യൽ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ്സ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. യൂറോപ്പിൻ്റെത് കംപ്ലീറ്റ് ആയിട്ട് ലണ്ടൻ ആണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ഏറ്റവും വലിയൊരു കോണ്ടിനെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ അടുത്ത ഏറ്റവും വലിയൊരു സ്പേസ് ആയിട്ട് വരുന്നതാണ് ആഫ്രിക്ക, അതേപോലെ തന്നെ ഓസ്ട്രേലിയ, അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ്. ഒരു വലിയൊരു ഇപ്പം കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങൾ നോക്കിയാൽ മതി, കംപ്ലീറ്റ് ആയിട്ട് ദുബായ് അല്ല, മിഡിൽ ഈസ്റ്റ് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടു. ന്യൂ കാസലിന് വേണ്ടിയിട്ട് സൗദി ഇൻവെസ്റ്റ് ചെയ്തു ഫുട്ബോളിൽ. അതേപോലെ തന്നെ സൗദി ഓയിൽ എന്നുള്ളതിന് മാറ്റിയിട്ട് ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് നിയോം പ്രൊജക്ട് കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ അവർ ഗ്ലോബലിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിലേക്ക് അവർ വരുന്നു. ഖത്തർ ഫുട്ബോൾ ഹോസ്റ്റ് ചെയ്തു. സ്പോർട്സിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് വന്നു. അതായത് സ്പോർട്സ് എന്ന് പറയുന്നത് അവർ കുറച്ചും കൂടെ ഗ്ലോബൽ റെക്കഗ്നൈസേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഖത്തർ ഫുട്ബോൾ ഹോസ്റ്റ് ചെയ്തു. വൺ ഓഫ് ദ ബെസ്റ്റ് ഫുട്ബോൾ നടന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ്സ് ആയിരുന്നു ഈ കഴിഞ്ഞ 2022 ഫിഫ വേൾഡ് കപ്പ്. ഖത്തറിനോടുള്ള ലോകത്തിന്റെ ഒരു ചിന്താഗതി അത് മിഡിൽ ഈസ്റ്റിന്റെ ആസ്പെക്ട് ആണ് എക്സാക്ട്ലി. ഖത്തർ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കൺട്രി, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോട്ടങ്ങാടി പോലത്തെ ഒരു ചെറിയ ആ ഒരു സ്പേസ് നിന്ന് ഇത്രയും വലിയൊരു ഔട്ട്പുട്ട് ഉണ്ടാവും എന്നുള്ളത് ഒരിക്കലും ആരും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ബാക്കിയുള്ള കൺട്രീസ് ആണെങ്കിലും GCC കൺട്രീസ് ആണെങ്കിലും ഇപ്പൊ എല്ലാ രീതിയിലും ഇതിലേക്ക് നമ്മളുടെ ഗ്ലോബലി നടക്കുന്ന മാർക്കറ്റ്സിലേക്ക് അവരെന്ത് ചെയ്യാണ്, കൂടുതലായിട്ട് മുമ്പോട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലണ്ടനിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലണ്ടൻ നഗരത്തിലെ രാജാവിനെക്കാളും ഏറ്റവും കൂടുതൽ സ്വത്തുക്കളുള്ള ഒരു ഫാമിലിയാണ് അൽത്താനി ഫാമിലി, ഖത്തറിലെ അൽത്താനി ഫാമിലി. അവർ ഹീത്രോ എയർപോർട്ടിന്റെ 20% വോൾസ് വാഗന്റെ നല്ലൊരു ശതമാനം, അതേപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റിന്റെ ഒരു പകുതി സ്റ്റേക്ക്, ഏറ്റവും വലിയ ഹോട്ടൽസ് ഒക്കെ തന്നെ അവരാണ് ഓൺ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ദുബായും സൗദിയും ഒക്കെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് മുമ്പോട്ടുണ്ട്. ആകെ അവർക്ക് ഒരു ഫിനാൻഷ്യൽ ഹബ്ബായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റി എന്ന് പറയുന്നത് ദുബായ് മാത്രമാണ്. കാരണം എല്ലാവർക്കും ട്രാൻസ്പോർട്ട് ഫസ്റ്റ് ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കേട്ടൊരു ന്യൂസാണ്, ക്രിപ്റ്റോ കറൻസി എത്രത്തോളം ദുബായ് ഈസി ആക്കുന്നുണ്ട്. ദുബായ് ക്രിപ്റ്റോ കറൻസി എത്രത്തോളം അവരുടെ ട്രാൻസാക്ഷൻസിന് വേണ്ടി ഇപ്പം നമുക്ക് ഈവൻ ഒരു കോഫി വാങ്ങാൻ പറ്റും ക്രിപ്റ്റോ കറൻസി. യെസ്. സോ അടുത്തൊരു ഫിനാൻഷ്യൽ ഹബ്ബ് ആവാൻ പോകുന്നത് ദുബായ് ആണ്. ഇപ്പൊ തന്നെ മേജർ ആയിട്ടുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ തന്നെ കൺട്രോൾ ചെയ്യുന്നത് ദുബായിന്റെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ദുബായ് ത്രൂ ആണ് അതിന്റെ കറൻസീസ് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. സോ ഇപ്പോഴുള്ള ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള 5 ഫിനാൻഷ്യൽ ഹബ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഹോങ്കോങ് ആൻഡ് സിംഗപ്പൂർ ഏകദേശം പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസിംഗ്, നമ്മളിവിടുത്തെ സെന്റിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത് $1,800 ആണ് ഈ ഒരു പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസിംഗ് ഹോങ്കോങ്ങിലും സിംഗപ്പൂരിലും വരുന്നത്. നേരെ മറിച്ച് നമ്മളെ ലണ്ടനിൽ
നോക്കുകയാണെങ്കിൽ $1,500, $1,300 സാൻ ഫ്രാൻസിസ്കോ, $1,500 ന്യൂയോർക്ക്. ഇങ്ങനെയാണ് പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസിങ് നോക്കുന്നത്. ദുബായ് ഇപ്പം എത്തി നിൽക്കുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ക്ലെൻലിനെസ് ഇൻഡെക്സ് ഉള്ള, വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ടു ലിവ് ആയിട്ടുള്ള ദുബായ് എത്തി നിൽക്കുന്നത് ജസ്റ്റ് $550. 1,500 മൈനസ്, ഞാൻ 1,800 പോകുന്നില്ല, അതെ അതെ 1,500 മൈനസ് $550, $1,000 സോ സ്പേസ് 1/3 എത്തിയിട്ടുള്ളൂ. സാധാരണ മറ്റേ മാർക്കറ്റ് കമ്പയർ ചെയ്ത് 1/3 മാത്രമേ എത്തിയിട്ടുള്ളൂ. എത്തിയിട്ടുള്ളൂ ഇനി എന്ന് പറയുന്നത്. അത്രയും കൂടുതൽ സ്പേസ് ഉണ്ട് ദുബായിൽ എന്ന് വെച്ചാൽ. ഇനി ചെറിയൊരു സിറ്റിയാണ്, വളരെ വലിയൊരു സിറ്റി അല്ല, അത്രയും കൂടുതൽ എക്സ്പാൻഷൻസ് നടക്കാൻ പോകുന്ന സിറ്റിയാണ്. അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ ആർക്കും ഇനി അവിടെ ഒരു പീസ് ഓഫ് ലാൻഡ് ഓൺ ചെയ്യാന്നുള്ള ഒരു സ്വപ്നമായിരിക്കും. കാരണം അവർക്ക് പിന്നെ ലാൻഡ് ഓൺ ചെയ്യാൻ സോ പുതിയ അപ്പോ പ്രോജക്ട്സ് വരുന്നുണ്ടാവില്ല. സോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. എക്സാക്ട്ലി. കാരണം 2040 വിഷൻ 2040 എന്നുള്ള ഒരു പ്രൊജക്റ്റും വിഷൻ 2033 എന്നുള്ള ഒരു പ്രൊജക്റ്റും, രണ്ട് പ്രൊജക്ട്സും നമ്മുടെ മുമ്പിലുണ്ട്. ദുബായ് എന്ന് പറയുന്നത് അടുത്ത 15-20 വർഷത്തെ ഓൾറെഡി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് എന്ത് നടക്കണം, നാളെ എന്ത് നടക്കണം എന്നുള്ളതിനെ പറ്റി ദുബായ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി അവർ അതിനുള്ള കാര്യങ്ങളും ഇൻവെസ്റ്റ്മെന്റ്സും അവർ ചെയ്തിട്ടുണ്ട്. 2033 ആകുമ്പോഴത്തേക്കും ദുബായ് ഒരു കംപ്ലീറ്റ് ആയിട്ട്, ദുബായിലെ എയർപോർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫങ്ഷനിലാവുന്നുണ്ടാവും. അതുകൂടാതെ തന്നെ ദുബായിന്റെ ഒരു ഗ്രോത്ത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ദുബായിലെ കിരീടാവകാശം, അതേപോലെ തന്നെ ഷെയ്ഖ് ഹംദാനാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്, അതുകൊണ്ടാണ് കിരീടാവകാശം തന്നെ പറയുന്നത്, ഷെയ്ഖ് മുഹമ്മദും തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കമ്പനി എന്നുള്ള രീതിയിലാണ് ദുബായ് കൊണ്ടുപോകുന്നത്. സോ അടുത്ത ഒരു 5-6 വർഷത്തിനുള്ളിൽ തന്നെ ഈ പ്രൈസസ് ഡബിൾ ചെയ്യാനുള്ള ചാൻസസ് വളരെ വളരെയധികം കൂടുതലാണ്. കൂടുതലാണ്. ദുബായിയുടെ ഇപ്പോഴത്തെ ഒരു ഗ്രോത്തും കാര്യങ്ങളും വെച്ചിട്ട് ഇത്രയും കൂടുതൽ ആൾക്കാരും ദുബായിലേക്ക് വരുന്നുണ്ട്, അത്രയും കൂടുതൽ സേഫർ ആയിട്ടാണ് ദുബായ് മാറുകയും ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ മെട്രോ ലൈൻസ് വരാൻ പോകുന്നു, പുതിയ റോഡ്സ് വരാൻ പോകുന്നു, റോഡ് എക്സ്പാൻഷൻസ് വരാൻ പോകുന്നു, സ്കൂൾസ്. ഇപ്പം ദുബായിൽ ഇപ്പോൾ ഈ അടുത്ത് 100 മില്യൺ ദിറംസിന്റെ ഒരു സ്കൂൾ വരാൻ പോകുന്നുണ്ട്. 100 മില്യൺ ദിറംസ്, ഈവൻ ഒരു ഹെലിപാഡ് വരാൻ പോകുന്ന സ്കൂളാണ്. സ്കൂൾ അതായത് ദുബായ് സ്പോർട്സ് സിറ്റി എന്ന് പറഞ്ഞത് നമ്മളെ ജെംസ് ഇന്റർനാഷണൽ, ശരിക്കും പറയാൻ നമ്മൾ മലയാളികൾ അഭിമാനിക്കേണ്ട ഒരു കാര്യം അതിലുണ്ട്. സണ്ണി വർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളിയുടെ ബ്രാൻഡ് ആയിട്ടുള്ള ജെംസ് സ്കൂളാണ് അവരുടെ 100 മില്യൺ പ്രൊജക്ട് അവർ കൊണ്ടുവരാൻ പോകുന്നത്. സപ്പോസ് ഞാൻ ചെന്നൈയിൽ നിൽക്കുന്ന ഒരു ആവറേജ് റെന്റ് 15,000 to 20,000 ആണ് വിത്ത് ഫാമിലി നിൽക്കുന്നത്. സോ ഇത് ഞാൻ എൻ്റെ ജോലി ദുബായിക്ക് മാറി വിത്ത് ഫാമിലി അവിടെ നിൽക്കുന്ന സമയത്ത് ഒന്നുകൂടി ഹയർ കോസ്റ്റ് ആണ് എനിക്ക് വരുന്നത്. അങ്ങനെ ഒരു ആസ്പെക്ട് അവിടെ ഉണ്ടാകുമ്പോൾ കൂടുതൽ പേര് ഇവിടുന്ന് അങ്ങോട്ട് മാറുമോ? എന്താണ് അതിന്റെ ഒരു ഇത്? ദുബായിനെ സംബന്ധിച്ച് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ദുബായിനെ സംബന്ധിച്ച് റെന്റൽ ആസ്പെക്ട് എന്ന് പറയുന്നത് അത്യാവശ്യം കൂടുതൽ തന്നെയാണ്. കാരണം ലിവിങ് സ്റ്റാൻഡേർഡ് വളരെയധികം കൂടുതലാണ്. നമ്മൾക്ക് ഇപ്പോൾ ഒരു റെന്റൽ ഉള്ള ആളാണെങ്കിൽ, നമുക്കിപ്പോൾ ഫാമിലി ആയിട്ട് നിൽക്കണമെങ്കിൽ വേറെ മിനിമം അവിടുത്തെ ഒരു 1,00,000 റുപ്പീസ്, അതായത് ഇവിടുത്തെ ഒരു 1,00,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മാസം നമ്മൾ കാണേണ്ടി വരും. അതായത് ഒരു 4,000 ദിർഹംസ് നമുക്ക് ഈ ഒരു ലിവിങ്ങിന്റെ കോസ്റ്റ് മാത്രമായിട്ട് വരും, റെന്റൽ പ്ലസ് ഫുഡിന്റെ ഗ്രോസറീസ് കാര്യങ്ങൾ മാത്രം. സോ എൻ്റെ എപ്പോഴും സജഷൻ എന്ന് പറയുന്നത്, ഒരു ഇനീഷ്യൽ ആയിട്ട് നമ്മൾ യു എയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു ആവറേജ് സാലറി വാങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യം സ്വന്തമായിട്ട് പോവാം. നമുക്ക് ഇഷ്ടമായി ബെഡ് സ്പേസസ് അവൈലബിൾ ആണ്. 500 തൊട്ട് 1,000, 1,300, 1,400 വരെ. അതായത് 1,400 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 20,000, 30,000 രൂപ വരെ നമുക്ക് ആക്കും. ഒരു 1 to 2 ഇയേഴ്സിൽ നമ്മൾ നന്നായിട്ട് ഹസിൽ ചെയ്ത് കഴിഞ്ഞാൽ യു എ നിങ്ങളെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. യു എ തന്നെ നിങ്ങളുടെ ഒരു ഫേസോ, നിങ്ങളുടെ കംപ്ലീറ്റ് ആ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ തന്നെ മാറ്റും. എന്നിട്ട് ഫാമിലിനെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ആ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഏർണിംഗ് പൊട്ടൻഷ്യൽ വളരെയധികം കൂടുതലാണ്. നമ്മളിപ്പോൾ അവിടുത്തെ ഒരു ബേസിക് സാലറി എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം പഠിച്ചിട്ടുള്ള ഒരാൾക്ക്, അത് ഞാൻ പറയുന്നത് വെച്ചാൽ ഡിഫറെൻറ്റ് ജോബ് കാറ്റഗറീസ് ഉണ്ട്. ലേമാൻ ഉണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്. ഒരിക്കലും മാനേജേഴ്സിന് കിട്ടുന്ന ശമ്പളമായിരിക്കില്ല ലേമാന് കിട്ടുക. സോ ഒരു അത്യാവശ്യം ഒരു പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ മാത്രം ഫാമിലിനെ കൊണ്ടുവരാൻ നോക്കുക. അല്ലാതെ നമ്മളൊരു ബേർഡൺ ഒരിക്കലും തീരരുത്, എടുത്തു വെക്കരുത്. ഫാമിലിനെ കൊണ്ടുവന്ന അത്യാവശ്യം റെന്റൽസ് ഉണ്ട്. അത് പക്ഷേ ഞാൻ അതൊരു ഇൻവെസ്റ്റർ ആസ്പെക്ട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അത് വളരെയധികം നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ ഒരു റെന്റൽ റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 8 തൊട്ട് 10% വരെ വേറെ മിനിമം നമുക്ക് കിട്ടുന്നുണ്ട്. നെറ്റാണ് പറയുന്നത്. അതായത് എല്ലാ എക്സ്പെൻസും അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്കൊരു 8% തൊട്ട് 10% വരെ. അതുകൊണ്ട് പ്ലസ് തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷന്റെ വേറെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഞാനിതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നേ അല്ല. ഒരു 10 വർഷത്തിനുള്ളിൽ ആൾക്ക് എന്ത് ചെയ്യാണ്, പ്രോപ്പർട്ടീന്റെ കംപ്ലീറ്റ് കോസ്റ്റ് ആൾക്ക് റെന്റ് തന്നെ കിട്ടുകയാണ്. ബാക്കി ആൾക്ക് പ്രോപ്പർട്ടി മുതൽ മാത്രമാണ്. പ്രൈസ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ അങ്ങ് പോവുകയും ചെയ്യും. സോ റെന്റൽ റിട്ടേണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സിറ്റീസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ
നല്ലൊരു പെർസെൻറ്റേജ് ദുബായിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈവൻ എയർ ബി എൻ ബി ബിസിനസ്സസ്, ദുബായിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബിസിനസ്സാണ് എയർ ബി എൻ ബി ബിസിനസ്. കഴിഞ്ഞ വർഷത്തെ 2024 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 78% ആണ് ഓക്യുപ്പൻസി റേറ്റ് ഉള്ളത്. 78%. അതായത് 365 ദിവസങ്ങളിൽ ഏകദേശം 250 ദിവസങ്ങളും ദുബായിലെ occupied ആണ്. അപ്പാർട്ട്മെന്റ്സ് ഓക്യുപ്പൈഡ് ആയിരുന്നു. സോ അതൊരു നല്ലൊരു സൈനാണ് ഇത് കൺട്രിയുടെ ഗ്രോത്തിന്റെ, ടൂറിസത്തിന്റെ, അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയുടെ, എയർ ബി എൻ ബി എക്കോണമിയുടെ. പിന്നെ ദുബായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം ഞാൻ ദുബായ് വിസിറ്റ് ചെയ്ത് ഒരു ടൂറിസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞാൻ പോവുകയാണെങ്കിലും ദുബായ് എന്തെങ്കിലും ഒരു പുതിയ അഡീഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ടാവും. സോ ദുബായ് ഓരോരോ ദിവസം തോറും അവർ പുതിയ ഫേസസും പുതിയ കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളും അവർ കൊണ്ടുവരാൻ. ഇപ്പോൾ ദാ ചൈനയായിട്ട് ഒരു എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട് 2030 കംപ്ലീറ്റ് ഡ്രോൺ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. ചൈനയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനീസ്, ഏകദേശം 4 ലക്ഷം ഡെലിവറീസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കമ്പനി ആയിട്ടാണ് അവർ എഗ്രിമെന്റ് ചെയ്തിട്ടുള്ളത്. ദുബായിൽ കംപ്ലീറ്റ് ഡ്രോൺ ഡെലിവറീസിലേക്ക് ഇനി അങ്ങോട്ട് 2026 ആകുമ്പോഴത്തേക്കും എയർ ടാക്സീസ് വരും എന്നാണ് പറയുന്നത്. നമുക്ക് പാം ജുമേറയിലൊക്കെ സ്റ്റോപ്പ് ആയിട്ട് പാം ജുമേറയിൽ നിന്ന് എയർപോർട്ടിൽ എത്തണമെങ്കിൽ വെറും 12 മിനിറ്റ് മതി. 2040 ദുബായ് ഒരു 20 മിനിറ്റ് സിറ്റി ആയിട്ട് വരാൻ പോകുന്നുണ്ട്. എക്കോണമിക് സിറ്റിയാണ്. അതായത് 20 മിനിറ്റിൽ നമ്മൾ ഒരു ദുബായിലെ എന്തിനും ഏത് മാറ്റാൻ ഏരിയയിലേക്കും എനിക്ക് ഒരു ഏരിയയിൽ നിന്ന് എത്താൻ പറ്റും. ആ ഒരു രീതിയിലേക്ക് ദുബായ് മാറാനൊക്കെ പോകുന്നുണ്ട്. സോ റെന്റൽ കൂടുന്നതിന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പം ഞാൻ താമസിക്കുന്നത്, എൻ്റെ വീട് വരുന്നത് താമരശ്ശേരിയാണ്. താമരശ്ശേരി ഞാനൊരു അപ്പാർട്ട്മെന്റ് എടുക്കുന്നതും നേരെ മറിച്ച് ഞാൻ കോഴിക്കോട് ടൗണിൽ ഒരു അപ്പാർട്ട്മെന്റ് എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. അതും കൊച്ചിയിൽ ഒരു അപ്പാർട്ട്മെന്റ് എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതും ബാംഗ്ലൂർ അപ്പാർട്ട്മെന്റ് എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ നമ്മൾ നോക്കേണ്ടത് ദുബായ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് സിറ്റിയാണ്. വേൾഡിലെ തന്നെ എല്ലാവർക്കും ജീവിക്കാൻ താല്പര്യമുള്ള, ജീവിക്കാൻ ഇഷ്ടമുള്ള, ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരു സിറ്റിയാണ്. സോ അവിടുത്തെ റെന്റൽ എന്തായിരിക്കും? ക്ലിയർ കൂടുതലായിരിക്കും. ആയിരുന്നു കുറച്ച്. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ റെന്റലിനുള്ള ജോബ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതിനുള്ള ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിലേക്ക് നമ്മൾ ആക്കിയെടുക്കുകയും വേണം. ഇപ്പൊ നമ്മൾ ദുബായ് റിയൽ എസ്റ്റേറ്റിന്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞല്ലോ. കരിയർ ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ടോ ദുബായിൽ? സോ ഇതിൽ 2 ആസ്പെക്ട്സിൽ ഞാൻ ഇതിലും ഉത്തരം പറയുന്നുണ്ട്. ഒന്ന്, റിയൽ എസ്റ്റേറ്റ് എന്തുകൊണ്ടാണ് ഇത്രയും പേര് റിയൽ എസ്റ്റേറ്റിൽ വരുന്നത്, എന്തുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റിൽ ഇത്രയും ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നത്, അതിൽ നിന്നുള്ള ഫസ്റ്റ് ആസ്പെക്റ്റും. രണ്ടാമത്തെ ആസ്പെക്ട് കരിയർ ഗ്രോത്ത് ഇതെന്നുള്ളത്. സോ ഫസ്റ്റ് ആസ്പെക്റ്റിൽ ഞാൻ ഉത്തരം പറയാം. എന്തുകൊണ്ടാണ് ഇത്രയും പേര് വീഡിയോസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും പേര് റിയൽ എസ്റ്റേറ്റിലേക്ക് ഇതാക്കുന്നത്. അതിൽ തന്നെ റിയൽ എസ്റ്റേറ്റിൽ തന്നെ 2 ആസ്പെക്ട്സ് ഉണ്ട്. കുറച്ച് പേര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത്, കുറച്ച് പേര് ഒരു കരിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു പൈസ ഉണ്ടാക്കാൻ വരുന്നവരുണ്ട്, അതുപോലെ തന്നെ കരിയർ ഉണ്ടാക്കാൻ വരുന്നവരുണ്ട്. ഇപ്പം ദുബായിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സിറ്റി ഓഫ് ഡ്രീംസ് ആണ്. എത്ര വേണമെങ്കിലും ഡ്രീം ചെയ്യുന്നതിൽ അതിലൊരു ലിമിറ്റ് വെച്ചിട്ടില്ല ദുബായ്. എത്ര വേണമെങ്കിലും ഡ്രീം ചെയ്യാം, ഏത് ലെവലിൽ വേണമെങ്കിലും ഡ്രീം ചെയ്യാം. അതിന് പോസിബിൾ ആക്കാനുള്ള ഫാക്ടേഴ്സും ദുബായിലുണ്ട്. ഇപ്പം റിയൽ എസ്റ്റേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ദുബായ് റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത്. ഇപ്പം കറൻ്റ്ലി എത്രത്തോളം കമ്പനീസ് അതിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ സ്പേസ് ആണ്. ഇതിൽ അത്രയും കൂടുതൽ ഇൻവെൻട്രി ഇനി വരാൻ പോകുന്നുണ്ട്, അത്രയും കൂടുതൽ ആൾക്കാർ. കഴിഞ്ഞ ഒരു വർഷത്തിലെ ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ റിപ്പോർട്ട്, ഇതൊരു മൈഗ്രേഷൻസ് വാല്യുവേഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിൽ പറയുന്ന ഒരു എന്ന് വെച്ചാൽ 8100 മില്യണേഴ്സ് ആണ് ദുബായിലേക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. 8100 മില്യണേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ദുബായ് കംപ്ലീറ്റ് ആയിട്ട് അവർ ദുബായിലേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വരികയാണ്. കൂടെ അവരുടെ എനിക്കുണ്ട് ഏകദേശം കമ്പനി, അവരുടെ കൂടെയുള്ള യെസ് ആൾക്കാരെല്ലാവരും വരും. യെസ് അവരുടെ മൊത്തമായിട്ട് ഇപ്പം ഒരു കമ്പനി ആയിട്ടായിരിക്കും അവർ വരുന്നുണ്ടാവുക. അവരുടെ CFO, CEO, ജനറൽ മാനേജേഴ്സ് എല്ലാവരും അവർ ദുബായിലേക്ക് റീഅലോക്കേറ്റ് ചെയ്യും. ഇവരൊക്കെ എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ആയിട്ടാണ് റീഅലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു റിയൽ എസ്റ്റേറ്റ് കരിയർ ഗ്രോത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ തന്നെ ഇവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ആവണം. ഇപ്പം നമുക്ക് തന്നെ ഒരു സർക്കിൾ ഉണ്ട്, അത്ര മാത്രമേ നമുക്ക് ക്ലയൻസിനെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് കരിയർ ഗ്രോത്ത്. ദുബായിൽ ഒരു പുതിയ സിറ്റി ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് ദുബായ് സൗത്ത് എന്ന് പറഞ്ഞാൽ 6,50,000 ജോബ്സ് ആണ് ആ ഒരു ഏരിയയിലേക്ക് മാത്രമായിട്ട് ഇനി വരാൻ പോകുന്നത്. വിച്ച് ഈസ് ആ ഒരു 6,50,000 ജോബ്സ് ഓൾറെഡി ഇനി വരുന്ന അടുത്ത 5 വർഷത്തേക്കുള്ള ആൾക്കാരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു 6,50,000 ജോബ്സ് അവിടെ ഉള്ളത്. ദുബായിലെ ഏറ്റവും വലിയ എയർപോർട്ട് വരാൻ പോകുന്നത്, വേൾഡിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ്, ഇന്റർനാഷണൽ എയർപോർട്ടാണ് അൽ മക്തൂം എയർപോർട്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സീ പോർട്ട് വരുന്നത്. അതായത് ജബൽ അലി ഡോക്സ് എന്ന് പറഞ്ഞ ഈ
മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയൊരു ഡോക്സ് ആണ് ജബലലി ഡോക്സ്. ഈ ഒരു ഏരിയയിൽ മൊത്തമായിട്ട് ട്രേഡ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ എക്കോണമീസ് ഒക്കെ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം ഈ അദാനി കൈക്കലാക്കിയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് തിരുവനന്തപുരം എയർപോർട്ട് അദാനി കൈക്കലാക്കിയിട്ടുള്ളത്? ആൾക്ക് സീപോർട്ടും എയർപോർട്ടും ഏറ്റവും അടുത്ത് കിട്ടിയാൽ ആൾക്ക് ട്രേഡിന്റെ കിങ് ആവാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ ബില്യണയർ ആയിട്ടുള്ള അദാനിക്ക് ഉള്ളതുകൊണ്ടാണ് അദാനി എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു എയർപോർട്ടും സീപോർട്ടും കൈക്കലാക്കിയിട്ടുള്ളത്. സോ ദുബായിനെ സംബന്ധിച്ചിടത്തോളം അവരും ചിന്തിക്കുന്നത് അത് തന്നെയാണ്. വേൾഡിലെ ഏറ്റവും വലിയ എയർപോർട്ട്, മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ സീപോർട്ടും അവർ കൊണ്ടുവരുന്ന സമയത്ത് അവർ വേൾഡിലെ തന്നെ ട്രേഡിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർക്ക് മാറാൻ പറ്റുന്നുണ്ടാവും. സോ ട്രേഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് സാധനമാണ്. സോ ഗ്രോത്ത്, കരിയർ ഗ്രോത്ത്, അതേപോലെ തന്നെ ആ ഒരു ഏരിയയിലേക്ക് മൊത്തമായിട്ട് ഇനിയുള്ള കരിയർ ഗ്രോത്തിന് അത്രയും കൂടുതൽ സാധ്യതകളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. 8,000 മില്യണേഴ്സ് വന്നിട്ടുള്ളത് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ലിയേഷറിന് വേണ്ടി വന്നതല്ല, അവരുടെ ബിസിനസ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ദുബായിൽ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കമ്പനീസിന്റെ എണ്ണം എന്ന് പറയുന്നത് തന്നെ ഏകദേശം 10,000+ കമ്പനീസാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, പുതിയ ഫേംസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സോ ഈ ഫേംസ് ഒക്കെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവർക്ക് അത്രയും കൂടുതൽ ആൾക്കാരെ ഇനി അവർ ഹയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏകദേശം എനിക്ക് അടുത്തൊരു 2-3 മാസത്തിൽ എനിക്ക് ഏകദേശം ഒരു 10-20 പേരെ എനിക്ക് ഹയർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. സോ ഓരോരുത്തരും പോരാ, റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് മേഖല ബേസ് ചെയ്തിട്ടാണ് ഞാൻ കമ്പനി. മെയിൻ ആയിട്ട് ഹയർ ചെയ്യുന്നുണ്ടാവുക, റിയൽ എസ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടാണ്. സോ ഓരോരുത്തർക്കും ഇതിനേതുള്ള സ്പേസസ് കാര്യങ്ങൾ ഓരോരുത്തരും കമ്പനിയിലുണ്ട്. ഇനി വരുന്ന അടുത്ത കുറച്ച് വർഷങ്ങളിലേക്ക് ദുബായിൽ ആ ഒരു കരിയർ ഗ്രോത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പോവാണ്. പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇനിയിപ്പോൾ പുതിയതായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണോ ദുബായിൽ? വളരെ ഈസിയാണ്. ദുബായിൽ നമുക്ക് ഒരു ട്രേഡ് ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് കുറേ കമ്പനീസ് ഉണ്ട്. ട്രേഡ് ലൈസൻസ് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ തന്നെ കുറേ ക്ലയൻസിൻ്റെ കുറേ കമ്പനീസ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് വെറും ഒരു 1 to 2 വീക്സിനുള്ളിൽ നമുക്കൊരു കമ്പനി അവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. യെസ്, അതിലൊരു 1 മന്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ടും വിസയും അതിൽ ഇഷ്യൂ ചെയ്ത് തുടങ്ങാൻ പറ്റും. അത് ശരിക്കും ഒരാൾക്ക് ഇപ്പോൾ അവിടെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എത്രയാണ് ഒരാളെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പം നാട്ടിലെ ലാക്സ് വെച്ച് കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3-4 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കമ്പനി നെയിം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു വെർച്വൽ ലൈസൻസ് കാര്യങ്ങൾ അത് ആളുടെ ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണ് അതിന്റെ ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ വിസാസ് നമുക്ക് അതിൽ 2 ടൈപ്പ് ഓഫ് കമ്പനീസ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഒന്ന് ഫ്രീ സോൺ കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, മെയിൻ ലൈൻ കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് ഓരോന്നിൻ്റെയും ബേസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഡീവിയേഷൻസ് ഉണ്ടാവും. ബട്ട് ഒരു 8-10 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നമ്മളെ കമ്പനി രജിസ്റ്റർ ചെയ്ത് ഓൺ ആയിട്ടുള്ള ഒരു ഫേം യുഎയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വേറെ ഫീസസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഭയങ്കരമായിട്ട് ഫീസിബിൾ ആണ്. അത് മാത്രമല്ല വളരെ ഈസി ആയിട്ട് ഗവൺമെന്റിന്റെ എല്ലാ സപ്പോർട്ടും നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ദുബായിലുണ്ടാവും. ശരിക്കും നമ്മൾ ഏതെങ്കിലും ഡെവലപ്പർമാർ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഒരുപാട് ഈ ഏജന്റുമാർ വന്ന് അവിടെ തിരക്ക് കൂടി വീഡിയോസ് ചെയ്യും. അതൊരു സത്യമാണ്. അതായത് ദുബായിൽ പ്രോജക്ട്സ് വിട്ടു പോകുന്നത് വെറും മണിക്കൂറുകൾ കൊണ്ടാണെന്ന് പറയാം. അതായത് ഡമാക് എന്ന് പറഞ്ഞൊരു ഡെവലപ്പർ ഉണ്ട്. ഡമാക് എന്ന് പറഞ്ഞ ഡെവലപ്പർ അവരുടെ 10 ബില്യൺ വർത്ത് ഓഫ് ഒരു കമ്മ്യൂണിറ്റിന്റെ പകുതി, 10 ബില്യൺ ദറംസിന്റെ സാധനം വിട്ടത് വെറും 6 മണിക്കൂർ കൊണ്ട്. അതേപോലെ തന്നെ ചില ലോഞ്ചസ് ഈവൻ യൂണിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ആൾക്കാർ ക്യൂ നിൽക്കുന്നു. മെയിനായിട്ട് നക്കീൽ, അതേപോലെ തന്നെ നമ്മൾ വസൽ, ഇതേപോലുള്ള ഇമാർ, ഈ ഡെവലപ്പേഴ്സിന്റെ യൂണിറ്റ്സ് കിട്ടാൻ വളരെയധികം കഷ്ടപ്പാടാണ്. അവർക്ക് ഒരു കാറ്റഗറി ഉണ്ട്, ടോപ്പ് ബ്രോക്കേഴ്സ്. അത് കഴിഞ്ഞിട്ടുള്ള മാത്രമേ ജനറൽ ഇൻവെന്ററിയിലേക്ക് വരുള്ളൂ. സോ നമുക്ക് അതിൽ യൂണിറ്റ്സ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ടഫാണ്. അതാണ് ദുബായ് മാർക്കറ്റിനെ എപ്പോഴും പോസിറ്റീവായിട്ട് കാണുന്നത്. ശരിക്കും ഇത്രക്ക് ഡിമാൻഡ് ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻസി കൂട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള ഓവർ പ്രൈസ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? ഒരിക്കലുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദുബായ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഗുലേറ്റഡ് ആണ്. ഒരു ഏരിയയിൽ ഒരു പ്രൈസിന്റെ മുകളിലേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി പെർ സ്ക്വയർ ഫീറ്റ് ബേസിസിൽ റെഗുലേറ്റഡ് ആണ്. ആ ഏരിയയിലുള്ള മൊത്തമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബേസ് ചെയ്തിട്ടാണ് അതിന്റെ പ്രൈസിങ് അവർ ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, അത് സോൾഡ് ഔട്ട് ആവില്ല ഒരിക്കലും. കാരണം ഈ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഒരിക്കലും ഈ മാർക്കറ്റ് പഠിക്കാതെ അവരൊരിക്കലും അവരുടെ 5-10 മില്യൺ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് വിടില്ല. അവര് നമ്മളെക്കാട്ടിലും കൂടുതൽ മാർക്കറ്റ് റിസർച്ചും മാർക്കറ്റിലെ ഗ്രോത്ത് എവിടെയാണെന്നും റിസഷൻ എങ്ങനെയാണ് വരാൻ പോകുന്നതെന്നും എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ അനലൈസ് ചെയ്തിട്ട് മാത്രമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുക. സോ അവരുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കും. അതെന്തായാലും അവർക്കൊരു ദുബായിനെ പോസിറ്റീവായിട്ട്, കാരണം വസൽ എന്ന് പറഞ്ഞ ഡെവലപ്പർ ആണെങ്കിലും ഇപ്പം നക്കീൽ എന്ന് പറഞ്ഞ ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിലും ഇമാർ എന്ന് പറഞ്ഞ ഡെവലപ്പർ ആണെങ്കിലും ഇവരൊക്കെ കമ്മ്യൂണിറ്റീസ് ആണ് ബിൽഡ് ചെയ്യുക. ഇവരൊക്കെ തന്നെ സ്റ്റാൻഡ് അലോൺ ടവേഴ്സ് ബിൽഡ് ചെയ്യുന്ന ചെറിയ ഡെവലപ്പേഴ്സ് അല്ല, വലിയ ഡെവലപ്പേഴ്സ് ആണ്. ദുബായിൽ തന്നെ ഗവൺമെന്റ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഡെവലപ്പേഴ്സ് ആണ്. ഇവരൊക്കെ വരുന്ന സ്ഥലത്ത് അവർ ഗ്രോത്തും അവർ തന്നെ ഉറപ്പുവരുത്തും. സോ അവരുടെ പ്രൊജക്ട്സിനാണ് മെയിനായിട്ട് ഈ ഒരു പുഷും
ഫുള്ളും പുഷും അതെ. ഉണ്ടാകുന്നത് നിങ്ങൾ കാണുന്നത്. അതുപോലെ ഈ ലോഞ്ചിന്റെ സമയത്ത് ശരിക്കും ഇത് ഒരു പ്രീ കൺസ്ട്രക്ഷൻ സ്റ്റേജ് ആയിരിക്കുമല്ലോ. അതെ. സപ്പോസ് ഞാൻ അഡ്വാൻസ് കൊടുത്തു. അഡ്വാൻസ് കൊടുത്തിട്ട് നല്ലൊരു എമൗണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് അവര് എനിക്ക് ഡെലിവറി ചെയ്യാത്തൊരവസ്ഥ വരുമോ? ഒരുപാട് എക്സാമ്പിൾസ് ഇന്ത്യയിലുണ്ട്. പ്രൊജക്റ്റിന് വേണ്ടി പ്രീ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ നമ്മൾ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. പക്ഷേ പറഞ്ഞ ഡേറ്റിൽ അവർ ഡെലിവറി ചെയ്യൂല. അതുപോലെ ഡെവലപ്പിംഗ് കമ്പനീസ് പിന്നെ ഷട്ട് ഡൗൺ ചെയ്ത് ഫുള്ളായിട്ട് പോകുന്നത്. ഷട്ട് ഡൗൺ ചെയ്ത് പോകുന്ന അവസ്ഥയുണ്ട്. സോ അത് വലിയൊരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് ദുബായിൽ 2008 സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഏകദേശം പകുതിയോളം ഡെവലപ്പേഴ്സ് അവരുടെ ഫണ്ടും കൊണ്ട് ഓടിപ്പോയി. ദുബായ് ഏറ്റവും വലിയ വേൾഡ് തന്നെ കണ്ട ഏറ്റവും വലിയ റിസഷൻ ആയിരുന്നു 2008 അതെ. സംഭവിച്ചിട്ടുള്ളത്. 2008 കംപ്ലീറ്റ് ആയിട്ട് ദുബായിന്റെ എക്കോണമി തകർന്നടിച്ച ഒരു സമയമാണ്. സോ എന്താണ് ഇപ്പോഴുള്ള സിറ്റുവേഷൻ? 2008 ശേഷമാണ് ദുബായ് റെയർ ഇൻട്രൊഡ്യൂസ് ചെയ്ത എസ്ക്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് അനസ് ഒരു ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ, അനസിന് ഒരു ബിൽഡിംഗ് ഇവിടെ ബാക്കിയുള്ളവർക്ക് പണിത് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് പ്ലാനിലാണെന്നുണ്ടെങ്കിൽ അനസ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ബിൽഡിങ്ങിന്റെ ഫണ്ട് ആദ്യം തന്നെ ഡെവലപ്പറിന് പേയ്മെന്റ് ആയിട്ട് ചെയ്യണം. സോറി, ചെയ്യണം. DLDക്ക് പേയ്മെന്റ് ആയിട്ട് ചെയ്യണം. GLD എന്ന് പറയുന്നത് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ദുബായ് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് എസ്ക്രോ അക്കൗണ്ടിലേക്കാണ് അത് മെയിൻ ആയിട്ട് സോ പോകുന്നത്. സപ്പോസ് ഞാൻ ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് DLD എന്നുള്ള ഒരു ഇതിലോട്ടാണ് റെഗുലേറ്ററി ബോഡിക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരുടെ തന്നെ എസ്ക്രോ അക്കൗണ്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പം അനസ് ഒരു 1 മില്യന്റെ പ്രോപ്പർട്ടിയാണ് എടുക്കുന്നതെങ്കിൽ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഒരു 20% 2 lakh ദിർഹംസ് അനസ് അടയ്ക്കുകയാണെങ്കിൽ അത് എസ്ക്രോ അക്കൗണ്ടിലേക്കാണ് അനസ് അടയ്ക്കുന്നുണ്ടാവുക. ആ എസ്ക്രോ അക്കൗണ്ടിലേക്ക് അനസ് അടച്ച പൈസ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഈ കൺസ്ട്രക്ഷൻ പ്രോഗ്രസിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഡെവലപ്പറിന് റിലീസ് ചെയ്ത് കൊടുക്കുള്ളൂ. ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞ ശേഷം കഴിഞ്ഞിട്ട് മാത്രമേ റിലീസ് റിലീസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അത് കൂടാതെ തന്നെ ന്യൂ ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് ആ ബിൽഡിങ്ങിന്റെ കംപ്ലീറ്റ് എമൗണ്ട് ഓൾറെഡി കെട്ടിവെക്കുകയും വേണം. പുതിയൊരു ഡെവലപ്പറിന് അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ചെയ്യാൻ അവിടെ പറ്റില്ല. വന്ന് പ്രൊജക്ട് എടുക്കാൻ പറ്റില്ല. എസ്ക്രോ കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. എസ്ക്രോ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾ അവിടെ അതിന്റെ പേയ്മെന്റ് കയറ്റി വെച്ചാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, എസ്ക്രോ ഓപ്പൺ ആക്കി കൊടുക്കുള്ളൂ. ഇനിയിപ്പോൾ എത്ര വലിയ ഡെവലപ്പർ ആണെങ്കിലും, ഇമാർ ആണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ അവരുടെ പോക്കറ്റിലേക്ക് വെക്കാൻ പറ്റില്ല. അത് നേരെ എസ്ക്രോ അക്കൗണ്ടിലേക്ക് വേണം പൈസ ഇടാൻ. സോ എപ്പോഴും നിങ്ങളുടെ ക്യാഷ് സേഫ് ആണ് ദുബായിൽ. സോ ഞാനൊരു പ്രോപ്പർട്ടി മേടിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഈ 1600 കോടിന്റെ പ്രോപ്പർട്ടി ആയിക്കോട്ടെ. സോ റിഷാലിന്റെ കമ്പനി എന്തൊക്കെ സർവീസ് ആണ് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? സോ നമ്മൾ ബേസിക്കലി ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി മാത്രമല്ല, നമ്മളൊരു പോർട്ട്ഫോളിയോ ബിൽഡിംഗ് കമ്പനിയാണ്. ഒരു പോർട്ട്ഫോളിയോ ബിൽഡിംഗ് കമ്പനിയെ സംബന്ധിച്ച് ഇനീഷ്യൽ സെയിൽ അല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ സെയിൽ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കമ്പനീൻ്റെ ഗ്രോത്തിനും കാര്യങ്ങൾക്ക് വേണ്ടി ഇനീഷ്യൽ സെയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രോപ്പർട്ടി നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് അനസിപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഒരു പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുന്നത് ഞാനായിരിക്കും. ആ പ്രോപ്പർട്ടിക്ക് വേണ്ടി മോർഗേജ് അതിൻ്റെ ഫൈനാൻസ് ഹെൽപ്പ് ചെയ്യുന്നത് ഞാനായിരിക്കും. അതുകൂടാതെ അത് വീണ്ടും നമുക്ക് എയർബിഎൻബിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. ഇനിയിപ്പോൾ അനസിന് എന്തെങ്കിലും ഇൻറ്റീരിയേഴ്സ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇനി കൂടാതെ അനസിന് അതിൻ്റെ ആ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് റീസെൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഞാനായിരിക്കും അനസിന് വേണ്ടി അത് ഹെൽപ്പ് ചുരുക്കം ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഹാപ്പി ആയിട്ട് അങ്ങ് ഇരുന്നാൽ മതി. അതെ, നമുക്കിപ്പോൾ നമ്മുടെ പല ഇൻവെസ്റ്റേഴ്സും ഇങ്ങനെ തന്നെയാണ്. അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് മാത്രം ചെയ്തിട്ട് അവരവിടുന്ന് ഫ്രീ ആയിട്ട് നാട്ടിൽ നിന്ന് അതിന്റെ റെന്റൽ റിട്ടേൺ ഈസി ആയിട്ട് എൻജോയ് ചെയ്യുന്നവരാണ് കൂടുതൽ പേര്. നമുക്ക് കുറേ പേരുണ്ട്, ഇപ്പം പെരിന്തൽമണ്ണ, അനസിന്റെ നാട്ടിൽ നിന്നൊക്കെ നമുക്ക് ക്ലയൻസ് ഉണ്ട്. അവരൊക്കെ ചെയ്യുന്നത് ഇതേ സെയിം കാര്യമാണ്. ഇനി മുന്നോട്ടുള്ള ദുബായിന്റെ ഗ്രോത്ത് എങ്ങനെയൊക്കെയാണ്? മെയിൻലി ഗ്രോത്ത് നടക്കാനുള്ളത് ട്രേഡ് അതേപോലുള്ള കാര്യങ്ങളിലാണ്. കാരണം ട്രേഡിന്റെ ഏറ്റവും വലിയൊരു ഹബ്ബായിട്ട് ദുബായ് മാറും. ഏകദേശം 2 ബില്യൺ ആൾക്കാർ, അതായത് വേൾഡിന്റെ ഏകദേശം 20 സംതിങ് ശതമാനത്തിന്റെ അടുത്തേക്ക് വെറും ഒരു 4 മണിക്കൂർ ഫ്ലൈറ്റിനേക്ക് ദുബായ്ക്ക് എത്താൻ പറ്റും. അതായത് മേജറായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യ, പാകിസ്ഥാൻ, അതേപോലെ ആഫ്രിക്കൻ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ്, ഇങ്ങനെയുള്ളതൊക്കെ തന്നെ ഒരു 4 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ UAE നമുക്ക് എത്താൻ പറ്റും. ഒരു 8 മണിക്കൂർ ഫ്ലൈറ്റിലേക്ക് ഇരിക്കുകയാണെങ്കിൽ വേൾഡിന്റെ 80% ജനതയ്ക്കും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്, UAEക്ക് എത്താൻ പറ്റുന്നുണ്ട്. സോ ഇതൊരു വലിയ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. കാരണം വേറൊരു കൺട്രീസൊന്നും ഈസിലി പോസിബിൾ ആയിട്ടില്ല. സോ അതിൻ്റെ ഒരു ലൊക്കേഷൻ ആസ്പെക്റ്റിൽ തന്നെ വളരെയധികം ഗ്രോത്ത് ട്രേഡിൽ ഉണ്ടാക്കാനുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ വർഷം മാത്രം ഡിനാറ്റ, അതായത് UAEയിൽ നമ്മുടെ ഈ ട്രാൻസ്പോർട്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതാണ് ഡിനാറ്റ എന്ന് പറഞ്ഞ കമ്പനി. ഈ കൊറിയേഴ്സ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന നമ്മളെ എമിറേറ്റ്സിന്റെ ഒരു ഭാഗമാണ് ഡിനാറ്റ എന്ന് പറയുന്നത്. സോ ഡിനാറ്റ പറഞ്ഞിട്ടുള്ളത് 30% ഗ്രോത്ത് ആണ് ഈ ഒരു പേഴ്സണൽ സർവീസസിൽ അവർക്ക് വന്നിട്ടുള്ളത്. 30% ഗ്രോത്ത്. അതായത് ചൈനയിൽ നിന്ന് ഇപ്പം വേറെയുള്ള കൺട്രീസിലേക്കൊക്കെ തന്നെ വരുന്ന സമയത്ത് അവർക്ക് വലിയ റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ടാക്സസ് ആയിട്ട് ഓരോരോ കൺട്രീസ് ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് അത് UAE കൊണ്ടുവന്ന് റീപാക്കേജ് ചെയ്തിട്ട് ഇവിടുന്ന് കൊണ്ടുപോവുകയാണെങ്കിലോ ചെറിയ ടാക്സിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ കൺട്രീസിലേക്ക് എത്തുന്നുണ്ടാവും.
സോ ഗ്രോത്തിന്റെ സ്റ്റേജിൽ വളരെയധികം നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ യു എക്ക് ഉണ്ട്. അത് ഓരോരോ കാര്യങ്ങളും ഇപ്പം മെയിനായിട്ട് അവർ നോക്കുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് ട്രേഡ് തന്നെയായിരിക്കും. അതുകൂടാതെ തന്നെ ഗെയിമിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഗെയിമിംഗ് വിസാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതെ. ഗോൾഡൻ വിസാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റർ വിസാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ തന്നെ പറയുകയാണെങ്കിൽ അവർ ഓരോരോ കാര്യങ്ങൾക്കും ഇപ്പം എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൺട്രീസിലെ ഇൻവെസ്റ്റ്മെന്റ്സ് ഇപ്പം ഈ അടുത്ത് ഏകദേശം 1 ട്രില്യൺ ദിറംസ് ആണ് യു എസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ വേറെയുള്ള എക്കോണമീസിലും ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അവരുടെ എക്കോണമി സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. കൺക്ലൂഡ് ചെയ്യാണ്. സോ അതിനു മുമ്പ് എനിക്ക് ഇപ്പോൾ മനസ്സിലായി തോന്നിയ ഒരു ചോദ്യമാണ്. ഇപ്പോൾ ദുബായ് റിയൽ എസ്റ്റേറ്റ് ഏജൻസിമാർ പറയുന്ന എല്ലാതും സത്യമായിട്ട് ഒരു ഇൻവെസ്റ്റർ വിശ്വസിക്കണോ? അതോ നമ്മളതൊന്നുകൂടി അന്വേഷിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റിലോട്ട് ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ? സോ ഇതില് ഞാൻ ഓൾറെഡി നമ്മളെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 80% ആൾക്കാരും ഇതുവരെ ഒരു സെയിലോ മാർക്കറ്റോ കാണാത്ത പുതിയ ആൾക്കാരാണ്. ജസ്റ്റ് കഴിഞ്ഞ ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ 2 മാസമോ മുമ്പ് ദുബായ് റിയൽ എസ്റ്റേറ്റിലേക്ക് വന്ന ആൾക്കാരാണ് ആൾക്കാര്. ഏകദേശം 80% ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന പലരും. ഇപ്പം ദുബായ് റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ച് അവർ പറയുന്ന പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാജറേറ്റ് ചെയ്ത് പറയാണ്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള നോളജ് കൊടുക്കാൻ അവരുടെ കമ്പനിയോ അല്ലെങ്കിൽ അവർ പ്രോപ്പർ ആയിട്ടുള്ള പഠിക്കാൻ അവരോ ശ്രമിക്കാത്തതുകൊണ്ടാണ് അവർ ചില ഡാറ്റാസ് ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഒരിക്കലും എന്താ പറയുക ഒരു ഗോൾഡ് മൈൻ അല്ല. അതിൽ ഡിപ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ അപ്സ് ഉണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിച്ച് ഓരോരോ എല്ലാ പ്രൊജക്റ്റും നല്ലതല്ല. അത് ഓരോരോ പ്രൊജക്റ്റിനും അതിൻ്റെതായ ഗുണമുണ്ട്, ഓരോരോ പ്രൊജക്റ്റിനും അതിൻ്റെതായ മോശമുണ്ട്. ഏരിയ വെച്ചിട്ട്, പ്രൈസ് വെച്ചിട്ട്, സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട്, അതേപോലെ തന്നെ ഡെവലപ്പർ വെച്ചിട്ട് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ഡെവലപ്പറിനെ നോക്കിയെടുക്കാതെ നമ്മളിപ്പം ഇമാറ് പോലുള്ള ഒരു ഡെവലപ്പറിനെ അവിടെ വെച്ചിട്ട് നമ്മൾ വേറെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെവലപ്പറിനെ എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമുക്ക് അവിടെ കിട്ടില്ല. അപ്പം ഓരോരോ ഡെവലപ്പറിനും അതിൻ്റെതായ ബെസ്റ്റ് ക്വാളിറ്റീസ് ഉണ്ട്. സോ ഇവര് എന്തുകൊണ്ടാണ് ഇത് എക്സാജറേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീഡിയോസിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സാജറേറ്റ് ചെയ്യുന്നത്. 80% ആൾക്കാരും ജസ്റ്റ് ലീഡ്സിന് വേണ്ടിയിട്ടുള്ള ഹുക്കിന് വേണ്ടിയിട്ടാണ് അവർ വീഡിയോ വീഡിയോസ് ചെയ്യുന്നത്. ചെയ്യുന്നത്. ഒരിക്കലും അവരെന്ത് ചെയ്യുന്നില്ല, ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ പുറത്തല്ല അവർ വീഡിയോസ് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. സോ എപ്പോഴും ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ആദ്യം എന്ത് ചെയ്യുക, മാർക്കറ്റ് സ്വന്തമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ 2-3 ഏജൻസിനോടെങ്കിലും ഒന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുക, എക്സ്പീരിയൻസ്ഡ് ഏജൻസിനോട്. ഒരിക്കലും ഇന്നലെയോ മിനിയാന്നോ വന്നിട്ട് ഉള്ള ഒരാളെ എടുത്ത് നോക്കരുത്. അല്ലെങ്കിൽ ദുബായിൽ തന്നെ ഇപ്പം നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അൻസിൻ്റെ വീഡിയോ വരുന്ന ആൾക്കാരാണെങ്കിലും കൺസൾട്ടേഷൻ്റെ നമ്മളെ അടുത്ത് വരാം. നമ്മൾ അവർക്ക് കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ടാവും. നമ്മുടെ അടുത്ത് ഇപ്പോൾ പ്രോപ്പർട്ടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും കൺസൾട്ടേഷൻ അവർക്ക് നമ്മുടെ അടുത്ത് വരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മനസ്സിൽ ഫോളോവേഴ്സിന് ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷൻ കൊടുക്കാം. പ്രൊജക്ട്സിനെ കുറിച്ചും മാർക്കറ്റ് അപ്ഡേറ്റ്സിനെ കുറിച്ചും മാർക്കറ്റിൻ്റെ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ദുബായിൽ പ്രോപ്പർട്ടി എടുക്കാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ റൂൾസും അതിനനുസരിച്ചുണ്ട്. അതായത് ഇപ്പം നമ്മളൊരു പ്രോപ്പർട്ടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡെമാക്കിൻ്റെ അല്ലെങ്കിൽ ഇമാറിൻ്റെ പ്രൊജക്ട് എടുക്കുകയാണെങ്കിൽ 70-30 അങ്ങനെയൊക്കെയാണ് പേയ്മെന്റ് പ്ലാൻ വരുന്നത്. 70% നമ്മൾ ഹാൻഡ് ഓവറിന് മുമ്പ് കൊടുക്കണം. നമ്മൾ പേയ്മെന്റ് നമ്മൾ കയ്യിലില്ലാതെ ഒരിക്കലും തീരരുത്. നമ്മളൊരു പ്രോപ്പർട്ടിക്ക് വേണ്ടി അഡ്വാൻസ് കൊടുക്കരുത്. നമ്മളൊരു അടുത്തൊരു 3 വർഷത്തേക്ക് ഇത്ര പേയ്മെന്റ് നമുക്ക് 100% വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഒരു പേയ്മെന്റ് മുമ്പോട്ട് പോവുക. കാരണം പലവരും ഇതേപോലെ ജസ്റ്റ് ഓക്കെ നിങ്ങൾ 20% അടച്ചാൽ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്. അതൊരിക്കലും അല്ല. പ്രോപ്പർട്ടീൻ്റെ പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ മോർഗേജ് കിട്ടുന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഒരു അതിൽ പ്രോപ്പർട്ടിയിലേക്ക് ചെയ്യല്ലേ? പോവുക. എക്സാക്ട്ലി. ഓക്കെ. സോ നമ്മൾ ദുബായിനെ ഇൻ ആൻഡ് ഔട്ട് നമ്മളിപ്പോൾ ഈ ഒരു 1 ഹവറിൽ നമ്മൾ സ്ക്രൂട്ടിനി ചെയ്തു. കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായി. ഈ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണാം. സീ യു അഗൈൻ. താങ്ക് യു.